പ്രതിഷേധമാണ് പഞ്ചാരക്കൊല്ലിയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നലെ കടുവ ആക്രമിച്ച് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതിനു പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചെങ്കിലും കടുവ ഇതുവരെ കൂട്ടിലായിട്ടില്ല. കളക്ടർ എവിടെയെന്നുള്ള ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായിട്ടും കളക്ടർ സ്ഥലത്തെത്തിയിട്ടില്ല. പ്രത്യേകിച്ച് എസ്റ്റേറ്റിന്റെ MD ചെയർമാൻ ഒക്കെ പദവി വഹിക്കുന്നത് കളക്ടറാണ്. എന്നിട്ട് കൂടി കളക്ടർ എന്തുകൊണ്ട് അവിടെ എത്തുന്നില്ല? ഇവരുമായി ഇന്ന് ഉച്ചയ്ക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 1 മണിക്ക് വിളിച്ച ചർച്ച ഇതുവരെയുമായി ആരംഭിച്ചിട്ടില്ല. അതിനായി കളക്ടർ അവിടെ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോഴും അവിടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അഭിജിത്ത്? പലപ്പോഴും ഇവരുടെ പ്രതികരണം ഏറെ വൈകാരികമായി മാറുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. കടുവയുടെ ആക്രമണം, അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് തന്നെ അവർക്ക് ജീവൻ നഷ്ടമാകുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും അവർക്ക് അത്രയും ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുമായി ബന്ധപ്പെട്ടവർ ചർച്ച നടത്തുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നില്ല എന്ന ന്യായമായ ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെ ഈ രാധയുടെ സംസ്കാരം കഴിഞ്ഞതിന് പിന്നാലെയാണ് നാട്ടുകാർ സംഘടിച്ച് ഈ മേഖലയിലേക്ക് എത്തിയത്. അതിനെ തുടർന്നാണ് വലിയൊരു പ്രതിഷേധം ഉടലെടുക്കുകയും ചെയ്തത്. പിന്നീട് ഒരു ചർച്ച മുന്നോട്ട് വെച്ചപ്പോഴാണ് ഇവർ ഈ പ്രതിഷേധം തൽക്കാലം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ ഇത്രയും ദാരുണമായ ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ട് ജനങ്ങള് നരഭോജി കടുവയെ വെടിവെക്കുമെന്ന് വനം വകുപ്പ് ഉത്തരവിട്ടിട്ട് ഈ സമയം വരെ അതിനെ ലൊക്കേറ്റ് ചെയ്യുകയോ അതിനെ കണ്ടുപിടിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് പ്രിയദർശിനി എസ്റ്റേറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭീതിയോടെയാണ് ഓരോ നിമിഷവും അവർ കഴിയുന്നത്. കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത, ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഭീതിയോടെ കഴിയുമ്പോൾ അതിനെതിരെ ഒരു നടപടിയും എടുക്കാത്തിൽ പ്രതിഷേധിച്ചാണ് സബ് കളക്ടർ വന്ന ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ രാവിലെ മുതൽ ജനങ്ങൾ ജനകീയ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. പക്ഷെ ഈ സമയം ഇത്രയായിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിൽ ഒരാളെ പോലും വന്ന് ഇവരുമായിട്ട് ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് വീണ്ടും സമരപ്രതിഷേധം ഇവിടെ ഈ രീതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കളക്ടറൊക്കെ ഇവിടേക്ക് എത്താത്തത് എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു വ്യക്തത നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഞങ്ങൾ അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സബ് കളക്ടറോ ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ വരുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ സമയം എത്രയായിട്ട് നമ്മളെയൊക്കെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇത്രമാത്രം. ഏതായാലും അങ്ങനെ തന്നെയാണ്. വലിയൊരു പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടക്കുന്നു, പ്രദേശവാസികൾ കടക്കുന്നു. ഇപ്പോൾ ഈ പ്രതിഷേധം അവർ വരില്ല എന്ന് മാത്രമല്ല, ഒരു മറുപടിയും തരാൻ CCF ഉൾപ്പെടെ തയ്യാറാകുന്നില്ല. ഒറ്റ കാര്യം മാത്രം ഈ പ്രദേശത്തെ സഹോദരന്മാരോട് ഉണർത്തിക്കാനുള്ളത്, നമ്മുടെ കുടുംബാംഗങ്ങളിലെ കൊച്ചു കുട്ടികളെ അടക്കം ഇവിടേക്ക് കൊണ്ടുവരും. ഏത് സംവിധാനം എതിർത്താലും, ഏത് തരത്തിലുള്ള പ്രതിരോധമുണ്ടായാലും ഈ സമരം ഇന്ന് രാത്രി കൂടി വ്യാപിപ്പിക്കാനാണ് നമ്മൾ തയ്യാറാകുന്നത്. ഇത് ഗവൺമെന്റ്, ഇത് കളക്ടർ വരുത്തി വെക്കുന്ന സമരമാണ്. വയനാട് കളക്ടർ മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഓരോ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി. വയനാടിന്റെ കളക്ടറായിരിക്കും. അവരുടെ ധിക്കാര സമീപനത്തിന് മുമ്പിൽ ഈ സെറ്റിൽമെന്റ് കോളനി ഉൾപ്പെടുന്ന പ്രദേശത്തെ ഈ നാടിന്റെ നേരവകാശികളായ അടിയ പണിയ കുറിച്ച സമുദായങ്ങളെ ഒറ്റുകൊടുക്കുന്ന രീതിയിൽ ആര് മുന്നോട്ട് പോയാലും അവരെ ശത്രുവായി പ്രഖ്യാപിക്കുന്ന സമരത്തിന് നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. സംയമനത്തിന്റെ സമരമായിരിക്കണം. മനുഷ്യപ്പറ്റിന്റെ മുദ്രാവാക്യമാണ് നമ്മുടേത്. നമുക്ക് ശത്രുക്കളില്ല. നമുക്ക് അവകാശം സംരക്ഷിക്കണം, ജീവൻ സംരക്ഷിക്കണം. അതിന് ജനാധിപത്യ പ്രക്രിയയുടെ പരമകോടിയിൽ നിന്ന് നമുക്ക് ഈ സമരത്തെ ക്രമപ്പെടുത്താൻ സാധിക്കണം. അനുനയ ചർച്ചയ്ക്കുള്ള വേദി ഉണ്ടായപ്പോൾ 1.5 മണിക്ക് CCF പറഞ്ഞതാണ്, DFO പറഞ്ഞതാണ് കളക്ടർ ഉൾപ്പെടെ വരുമെന്ന് ബഹുമാനപ്പെട്ട പോലീസിലെ ഉത്തരവാദിത്തപ്പെട്ടവരും പറഞ്ഞിരുന്നു, പ്രത്യാശ പങ്കുവച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ 3/4 മണിക്കൂറോളം നമ്മൾ പ്രതിഷേധിച്ചിട്ട് പോലും CCFന്റെ വാതിൽ കൊട്ടിയടയ്ക്കുന്നത് എന്റെയും നിങ്ങളുടെയും പൗരാവകാശത്തിന്റെ മേലെയുള്ള മുഖത്തേക്കുള്ള അടിയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാനാണ്.
അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല, അവർക്ക് കലക്ടറെ കിട്ടുന്നില്ല, ഉന്നതാധികാരികൾ അവരോട് ഒന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരോട് പറയണം? ഞങ്ങൾക്ക് ആകെ പറയാനും അഭയവുമുള്ളത് നിങ്ങൾ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ്. ഏറ്റവും ഒടുവിലെ ഞങ്ങളുടെ വേദന, ഈ ഒരു ഘട്ടത്തിൽ പോലീസുകാരുൾപ്പെടെ ഇന്നലെ വരെ നമ്മുടെ കൂടെ നിന്നവർ, നമ്മൾ ചേർന്ന് നിന്നവർ, ഇന്ന് ലാത്തിയും ചില ആയുധങ്ങളുമൊക്കെ പ്രയോഗിക്കാൻ വെമ്പൽ കൊള്ളുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞങ്ങളുടെ ശത്രു പട്ടികയിലായിരിക്കും. രാത്രിയിലെ കൂടി സമരം നീട്ടും. ഈ വന്യമൃഗവിഷി നിലനിൽക്കുന്നിടത്ത് രാത്രിയിൽ ഞങ്ങളെ സഹോദരിമാരെ കൊണ്ടുവന്നാലേ കണ്ണു തുറക്കുകയുള്ളൂ എങ്കിൽ ആ രീതിയിലേക്ക് ഞങ്ങൾ മനുഷ്യപ്പറ്റിന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടി, സ്വാഭാവിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദയാവായ്പ കൊണ്ടുള്ള സമരമാണ്. വെല്ലുവിളിയില്ല. തീർച്ചയായും ഉന്നത റവന്യൂ അധികാരി, ഞങ്ങൾക്ക് സംരക്ഷണം പോലീസിന്റെ സംരക്ഷണം നിയമപരിരക്ഷ, പക്ഷെ ഒരു പൗരന്റെ സംരക്ഷണം എന്ന് പറയുന്നത് റവന്യൂ ആണ്. ആ റവന്യൂ അധികാരി വരാതെ ഈ സമരത്തിൽ നിന്ന് കടികട ഞങ്ങൾ പുറകോട്ടില്ല. സബ് കളക്ടറും ADM വന്നാലും കുഴപ്പമില്ല. ആ റവന്യൂ അധികാരി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അതല്ല എങ്കിൽ CCFന്റെ മേലുള്ള DFOന്റെ മേലുള്ള ഉപരോധം തുടരുക തന്നെ ചെയ്യും. റവന്യൂ അധികാരികൾ എത്തണമെന്നുള്ള ആവശ്യമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഏതെങ്കിലും റവന്യൂ അധികാരികൾ ആരെങ്കിലും ഇവിടേക്ക് എത്തണമെന്നുള്ള ആവശ്യം, അതാണ് പറയുന്നത്. അത് കളക്ടറോ സബ് കളക്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റവന്യൂ അധികാരി, ADM ഉൾപ്പെടെയുള്ള ഈ റവന്യൂ അധികാരികളിൽ ആരെങ്കിലും ഇവിടേക്ക് എത്തണമെന്നുള്ള ആവശ്യമാണ്. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഈ സമരം വ്യാപിപ്പിക്കും എന്നുള്ള തരത്തിൽ, രാത്രിയിലും ഈ സമരം തുടരുന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. അത്തരത്തിലാണ് ഈ പ്രതിഷേധം രൂപപ്പെട്ട് വരുന്നതും. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഇവിടെ ഈ ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഈ നാട്ടുകാർ ഈ സമരത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നു. അവർക്ക് ശരിക്കും വലിയ അമർഷം അവർ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ കനത്ത പ്രതിഷേധം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം എന്നുള്ള തരത്തിലേക്ക് ഇത് മാറുന്ന ഒരു ഘട്ടമായി ഇത് മാറിയിരിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഇത് രൂപപ്പെടുന്നു. ഇവിടെ ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെന്നല്ല സാറ് സംസാരിക്കുന്നത്, ഇനി സംസാരിക്കാൻ വയ്യ. തന്നെ ചർച്ച അല്ലെങ്കിൽ ഒന്ന് കൊല്ലുക, അല്ലെങ്കിൽ ഞങ്ങളെ കൊന്നിട്ട് പോയി, അത്ര ഞങ്ങൾ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അല്ലെങ്കിൽ മൃഗത്തിനെ കൊല്ലണ, അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലണ. ഇന്നലെ 10 മണിക്ക് തുടങ്ങിയതല്ലേ, ഇനി ഒരു തീരുമാനമില്ലല്ലോ. എന്തുകൊണ്ട് കലക്ടർ ഇങ്ങോട്ട് വരാണ്ടിരിക്കുന്നതും? ഞങ്ങളെ കൊല്ലാനാ? അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലണ, അല്ലെങ്കിൽ ആ പുലിനെ, കടുവാത്തിനെ കൊല്ലണ. ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങൾ വെടിവെച്ച് കൊല്ലാനുള്ള ഓർഡർ കൊടുക്കാൻ പറയും അവരോട്. വന്യമൃഗത്തിന് ജീവിച്ചോട്ടെ, ഞങ്ങളെ മനുഷ്യനെ വെടിവെച്ച് കൊല്ലാൻ പറയും. അല്ലാതെ ഞങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റൂല. അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വേറെ സംരക്ഷണം വീട്ടിലിരിക്കുന്ന തൊഴിലാളികൾക്കും ഈ ജനങ്ങൾക്കും സംരക്ഷണം ഇല്ല. ഇത് എവിടുത്തെ ന്യായ? അതിന് കലക്ടർ വന്ന് തീരുമാനമാകാതെ ഞങ്ങൾ അവിടെ കുത്തിയിരിക്കുകയാണ് കൂടുതൽ പേരും. ഉന്നയിക്കുന്ന ഒരു ചോദ്യം, അവരുടെ സങ്കടം, അതൊക്കെ പ്രതിഷേധത്തിന്റെ രൂപത്തിൽ വരികയാണ്. മനുഷ്യന്റെ ജീവൻ ഒരു വിലയില്ലേ? അത് ഇത്രയും വലിയൊരു ദുരന്തം നടന്നിട്ട് എന്തുകൊണ്ട് അടിയന്തരമായി അതിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല, അടിയന്തരമായി തീരുമാനമുണ്ടാകുന്നില്ല? ഇതൊക്കെയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. ന്യായമായ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരമുണ്ടാക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ അവിടെയുള്ള നാട്ടുകാരെല്ലാവരും തന്നെ വലിയ പ്രതിഷേധം. അതെ, വേണ്ടി വന്നാൽ ഇന്ന് രാത്രി മുഴുവൻ നീളുന്ന ഒരു പ്രതിഷേധ സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് എന്ന മുന്നറിയിപ്പ് കൂടി നാട്ടുകാർ നൽകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റവന്യൂ അധികൃതർ അങ്ങോട്ടേക്ക് എത്തുക, തങ്ങൾക്ക് ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടണം എന്നുള്ളതാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്.